ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. ഇസ്രായേലിനെ മോശ നയിച്ചതുപോലെ മിശിഹാനാഥൻ നമ്മെ നയിക്കും യാത്ര. മരുഭൂച്ചൂടിൽ തളരും മനസ്സുകളിൽ സ്നേഹത്തെളിനീർ പെയ്തിറങ്ങും യാത്ര. പുറപ്പാട്, പുറപ്പാട്, പുറപ്പാട്. ദുബായ് സെൻറ് മേരീസ് മീഡിയ മിനിസ്ട്രിയുടെ പുറപ്പാടിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ലോകമെമ്പാടുമുള്ള ഷാലോം പ്രേക്ഷകരെ ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് അബുദാബി സെയിൻറ്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ വികാരിയായ റവറൻഡ് ഫാദർ MC മത്തായി അച്ഛനും അദ്ദേഹത്തിൻ്റെ ഒപ്പം ഫാദർ ബേസിൽ തോമസ് അച്ഛനും ഡീക്കൻ നിതിൻ മാത്യുവുമാണ്. സ്നേഹത്തോടെ അവരുടെ ഇവിടുത്തെ ജീവിതത്തെയും അവരുടെ അനുഭവങ്ങളെയും നമുക്ക് ഇന്ന് ശ്രവിക്കാം. നമുക്ക് ആദ്യമായി അബുദാബി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ വികാരിയായ മത്തായി അച്ഛനെ നമുക്ക് പരിചയപ്പെടാം. അച്ഛനെ നമസ്കാരം. അച്ഛനെ ഒന്ന് സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്തു ഷാലോം പ്രേക്ഷകർക്ക് വേണ്ടി. എൻ്റെ പേര് ഫാദർ MC മത്തായി മാറച്ചേരിൽ നിന്നാണ്. അബുദാബി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിലെ വികാരിയായിട്ട് ഇപ്പോൾ സേവനമനുഷ്ഠിക്കുന്നു. അച്ഛൻ ജനിച്ചും വളർന്നതൊക്കെ ഔട്ട് ഓഫ് കേരളയാണ് അല്ലേ? ഞാൻ ജനിച്ചു വളർന്നത് കർണാടക സ്റ്റേറ്റിലെ ചിക്കമംഗളൂർ ഡിസ്ട്രിക്റ്റിലെ നരസിംഹരാജപുരം എന്ന സ്ഥലത്താണ്. അവിടെ ഒരുപാട് മലയാളികളുണ്ട്. എല്ലാ ക്രിസ്തീയ സഭകളുമുണ്ട്. ഓർത്തഡോക്സ്, കാത്തലിക്സ്, യാക്കോബായ സഭകളിലെ ഒരുപാട് ദേവാലയങ്ങളുമുണ്ട്. എൻ്റെ മാതാപിതാക്കൾ എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിൽ നിന്നും കൊടിയേരി പാർത്തവരാണ്. ഞാൻ ജനിച്ചു വളർന്നതെല്ലാം കർണാടകയിലാണ്. സഹോദരങ്ങൾ? എനിക്ക് 3 സഹോദരന്മാരും 3 സഹോദരിമാരുമുണ്ട്. മൊത്തം 7 മക്കളുണ്ട്. 7 മക്കളാണ്. അതെ. അച്ഛാ, ചെറുപ്പത്തിൽ വളർന്ന ആ സാഹചര്യത്തിലെല്ലാം ദൈവ സാന്നിധ്യം അനുഭവിക്കാൻ ഈ മറ്റൊരു രാജ്യത്ത് സംസ്ഥാനത്തായതുകൊണ്ട് നമുക്ക് അതിനുള്ള സാധ്യത കുറവോ അല്ലെങ്കിൽ അതിൻ്റെ വളർച്ചയ്ക്ക് വല്ല തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു? ഇല്ല, അവിടെ ദേവാലയം ഉണ്ടായിരുന്നു. റെഗുലറായിട്ട് പള്ളിയിൽ പോകുമായിരുന്നു. അപ്പനും അമ്മയെല്ലാം ചെറുപ്പത്തിലെ ബൈബിളിലെ കഥകളെല്ലാം ചെറുപ്രായത്തിലെ പറഞ്ഞു തരുമായിരുന്നു. എനിക്കതുകൊണ്ട് ദൈവികമായ കാര്യങ്ങൾക്ക് വളരെ താല്പര്യമായിരുന്നു. അങ്ങനെ വൈദികനാകണമെന്നുള്ളത് ആഗ്രഹം ചെറുപ്പത്തിലെ ഉണ്ടായതാണ്. വൈദികനാകാൻ സാധിച്ചില്ല എങ്കിൽ, അർഹതയില്ലെങ്കിൽ ഒരു പട്ടാളക്കാരനാണെന്ന് ആഗ്രഹിച്ചു. ആദ്യം പട്ടാളക്കാരനാകുക, അത് സാധിച്ചില്ലെങ്കിൽ ഒരു പട്ടാളക്കാരനെങ്കിലും ആകണമെന്ന് ആഗ്രഹിച്ചു. ഏതെങ്കിലും ഒരു മിലിറ്ററി നമുക്ക് വേണം. ഒന്നെങ്കിൽ ദൈവത്തിന് വേണ്ടി പോരാടും, അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി പോരാടും. ദൈവകൃപയാൽ ഒരു പട്ടാളക്കാരനാകുള്ള ഭാഗ്യം ദൈവം എനിക്ക് തന്നു. എൻ്റെ കഴിവല്ല, ദൈവത്തിൻ്റെ കൃപ മാത്രമാണത്. അതെ. അച്ഛൻ്റെ കുടുംബം ഇവിടുത്തെ ഒന്ന് പറയാമോ? എനിക്ക് എൻ്റെ കൂടെ ഭാര്യയുണ്ട്, ബിജി മാത്യു എന്നാണ് പേര്. എനിക്ക് ഒരേ മകനുള്ളൂ, ഡീക്കൻ നിതിൻ മാത്യു. കോട്ടയം സെമിനാരി പഠനം പൂർത്തീകരിച്ച് ഇപ്പോൾ ഷമ്മാഷനാണ്. ഓക്കെ. അച്ഛൻ്റെ കുടുംബത്തോട് സംസാരിച്ചപ്പോൾ വളരെ ശാന്തമായ പ്രകൃതവും സ്നേഹം നിറഞ്ഞ പ്രകൃതവുമുള്ള ഒരു വ്യക്തിത്വമാണ്. ഈ വ്യക്തിത്വത്തെയൊക്കെ രൂപീകരിക്കാൻ വേണ്ടി ഒരുപക്ഷെ മാതാപിതാക്കൾ തന്ന വലിയ വിശ്വാസവും സ്നേഹവും ഒക്കെ കാരണമായിട്ടുണ്ട്. അതോടൊപ്പം ഈ നടന്ന വഴികളെപ്പറ്റി ചെറിയ തോതിലൊന്ന് പറയാമോ? മാതാപിതാക്കൾ വളരെ ദൈവഭയമുള്ളവരായിരുന്നു. പിന്നെ ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ, ദൈവമുള്ള ബന്ധത്തിൽ എളിമയും വിനയുമാണ് ശ്രേഷ്ഠമാണെന്ന് ഒരുപാട് പഠനങ്ങൾ കൂടി മനസ്സിലാക്കി. നാം മറ്റുള്ളവരായിട്ട് ഇടപെടുമ്പോൾ മറ്റുള്ളവരും ദൈവത്വം കാണുവാൻ സാധിക്കണം. എല്ലാവരെയും ദൈവ സാദൃശ്യത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. മറ്റുള്ളവരെ ബഹുമാനിക്കുവാനും ആദരിക്കുവാനുള്ളതായ മനസ്സെപ്പോഴും നമുക്കുണ്ടായിരിക്കണം. അത് ദൈവസ്നേഹത്തിൽ കൂടി നമുക്ക് ആർജിച്ചെടുക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ എല്ലാവരുമായിട്ട് സ്നേഹമായിട്ടും സ്വാർത്ഥം ജീവിക്കണമെന്നാണ് എപ്പോഴും ആഗ്രഹിക്കുന്നത്. അച്ഛൻ പറഞ്ഞു ഇവിടെ വന്നിട്ട് 1.5 വർഷമായെന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് ഞാൻ മംഗലാപുരത്തായിരുന്നു. അവിടുത്തെ ശുശ്രൂഷകളെ പറ്റി, സഭയുടെ വളർച്ച? അവിടെ ബ്രഹ്മാർ ഭദ്രാസനത്തെ ദേവാലയങ്ങളാണ്. ഇനി ആദ്യം ശുശ്രൂഷിച്ചത് എൻ്റെ മാതൃടവകിൽ തന്നെ 9 വർഷം നരസിംഹരാജപുര സെൻറ്റ് മേരീസ് ഓർത്തഡോക്സ് ദേവാലയത്തിലാണ്. അതിനുശേഷം ഹൈദരാബാദിലേക്ക് സ്ഥലം മാറി പോയി. അതിനുശേഷം മദ്രാസ്, അതിനുശേഷം വീണ്ടും മംഗലാപുരത്ത് വന്നു. മംഗലാപുരം പള്ളിയിൽ ശുശ്രൂഷയ്ക്ക് ശേഷം സൗത്ത് കാനഡ എന്ന സ്ഥലത്ത് ഒരു 3 ദേവാലയങ്ങളിൽ, പതാവ്, നെല്ലിയാടി, കളഞ്ഞ എന്ന ദേവാലയങ്ങളിൽ ഞാൻ വൈദികനായിട്ട് ശുശ്രൂഷ അനുഷ്ഠിച്ചു. അവിടെ നിന്നും
മെത്രാപ്പൊലീത്തയുടെ കൽപ്പന പ്രകാരം ഈ അബുദാബി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിലേക്ക് സ്ഥലം മാറി വന്നിട്ട് ഇപ്പോൾ 1.5 വർഷം ആകുന്നു. അപ്പോൾ അച്ഛൻ ആ മറ്റ് സംസ്ഥാനങ്ങളിൽ ജോലി പോയത് കൊണ്ട് തന്നെ അല്ലെ വളർന്നുകൊണ്ട് തന്നെ പല ഭാഷകൾ ചിലപ്പോൾ അച്ഛൻ അറിയായിരിക്കും. എത്ര ഭാഷകൾ അച്ഛനറിയാം? എനിക്ക് മലയാളം മാതൃഭാഷയാണ്. പക്ഷേ ജനിച്ചു വളർന്ന കർണാടകയിലായതുകൊണ്ട് ഞാൻ കർണാടക സ്റ്റേറ്റിലെ കന്നഡ ഭാഷ ശരിക്കും അറിയാം. മലയാളത്തെക്കാളും കൂടുതൽ എനിക്കറിയാവുന്ന കന്നഡ ഭാഷയാണ്. കൂടെ ഞാൻ ഇംഗ്ലീഷ് കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസറായിട്ട് വൈദികനായിരിക്കുമ്പോൾ തന്നെ സേവനം ചെയ്യുന്നുണ്ടായിരുന്നു. ഇങ്ങോട്ട് പോന്നപ്പോഴാണ് അത് വിട്ടു പോകുന്നത്. അതുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷ ഞാൻ കോളേജിൽ വിദ്യാർത്ഥികൾക്ക് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഒരു പക്ഷേ ഹിന്ദിയും അറിയാം. ഹിന്ദി കുറേശ്ശേ അറിയത്തുള്ളൂ. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഈ ചോദിച്ചതിൻ്റെ അർത്ഥം ഈ ഭാഷകൾ അറിയാവുന്നതുകൊണ്ട് തന്നെ ചിലപ്പോൾ നമുക്ക് ചില മേഖലകളിൽ ഭാഷ പലതറിയാമെങ്കിൽ വളരെ ഉപകാരം കിട്ടാൻ സാധ്യതയുണ്ട്. അങ്ങനെയൊക്കെ ചില അനുഭവങ്ങൾ അച്ഛന് കാണുമല്ലോ. ബ്രഹ്മവർ ഭദ്രാസനത്തിലെ ബ്രഹ്മവർ എന്ന സ്ഥലത്ത് കൊങ്കണി സംസാരിക്കുന്ന കർണാടക സ്റ്റേറ്റിലുള്ളതായ ഏകദേശം ഒരു 2500 കുടുംബങ്ങളുണ്ട്. അവർ ഓർത്തഡോക്സ് സഭാംഗങ്ങളാണ്. അവർക്ക് മലയാളം അറിഞ്ഞുകൂടാ. അവിടെ ഞാൻ ആദ്യകാലങ്ങളിലെല്ലാം വൈദികനായിരുന്നപ്പോൾ കുർബാന, തക്സ, അതുപോലെ പ്രഭാത നമസ്കാരം, സന്ധ്യാനമസ്കാരം, നമ്മുടെ ആരാധനക്രമങ്ങളെല്ലാം കന്നഡയിലേക്ക് തർജ്ജമ ചെയ്യാൻ എനിക്ക് സാധിച്ചു. അങ്ങനെ ഒരുപാട് ഉപകാരമായി ആദ്യകാലങ്ങളിലത്. അതിനുശേഷം അത് വീണ്ടും ഒരുപാട് പതിപ്പുകൾ ഇറക്കുവാനും സാധിച്ചു. അങ്ങനെ ആ കാലങ്ങളിൽ അവിടെ കന്നഡ അറിയാവുന്ന വൈദികരില്ലാത്തതുകൊണ്ട് കേരളത്തിൽ പത്തനാപുരത്തുള്ള വൈദികരെ വന്നിരുന്നത്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ പോയി അവർ സഹായിക്കത്തക്കിൽ അവർ എന്നെ വിളിക്കുമായിരുന്നു. അങ്ങനെ വലിയൊരു സേവനം ചെയ്യാനുള്ള ഒരു അവസരം ഈ ഭാഷയുടെ അറിവ് കൊണ്ട് എനിക്ക് ലഭിച്ചു. അത് ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുന്നു. അതെ 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 അത് ഒരുപക്ഷെ നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ ബൈബിളിൻ്റെ അകത്ത് നമ്മൾ കാണുന്നുണ്ടല്ലോ, പൗലോസിൻ്റെ ഹെബ്രായ ഭാഷയെ അറിയാവുന്നതുകൊണ്ടും ഗ്രീക്കുകാരോട് സംസാരിക്കാൻ അറിയാവുന്നതുകൊണ്ടും പാണ്ഡിത്യം സഭയുടെ വളർച്ചയ്ക്ക് എത്രയധികം ഉപകാരപ്രദമായി. സെൻ്റ് അഗസ്റ്റിൻ്റെയൊക്കെ അറിവ് അങ്ങനെ നമ്മൾ പലരെയും പഠിച്ചപ്പോൾ ദൈവം തന്ന അറിവും കഴിവും സർവ്വ സാധ്യതകളും ദൈവനാമ മഹത്വത്തിനായി ഉപയോഗിക്കണമെന്നുള്ളതാണ് അച്ഛൻ്റെ ആഗ്രഹം. ഇവിടെ വന്നിട്ട് അച്ഛന് യുവജനങ്ങളെയും ഇവിടുത്തെ ഇടവകയും എല്ലാം എത്രമാത്രം ആ ദൈവസ്നേഹത്തിൽ അവരെ കൊണ്ടു നടക്കാൻ അച്ഛന് പറ്റുന്നുണ്ട്. ഇവിടെ സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ 1700 കുടുംബങ്ങളുണ്ട്. വളരെ ഉത്സാഹികളാണ്. ആരാധന കാര്യങ്ങൾക്കും പള്ളി നിറയെ വിശ്വാസം ഉണ്ടായിരിക്കും. വെള്ളിയാഴ്ച 2 കുർബാനയുണ്ട്, ശനിയാഴ്ച വൈകുന്നേരം കുർബാനയുണ്ട്. പള്ളി നിറയും. ഇവിടെ മുകളിലെ ഹോളിലും വിശ്വാസം അവിടെ CCTV വെച്ചിട്ടുണ്ട്. എല്ലാ ആത്മീയ കാര്യങ്ങൾക്കും യുവജന പ്രസ്ഥാനം, മർത്തമറിയ സമാജം, സൺഡേ സ്കൂള്, പ്രാർത്ഥനയോഗങ്ങൾ ഇതിലെല്ലാം വളരെ സജീവരാണ്. എന്ത് പള്ളിയുടെ ബന്ധപ്പെട്ടതായ കാര്യങ്ങൾക്കും എല്ലാവരുടെയും സജീവ സാന്നിധ്യം പങ്കാളിയാണ് അംഗനത്തിലുണ്ടായിരിക്കും. എല്ലാ കാര്യങ്ങൾക്കും വളരെ ഉത്സുകരായിട്ടും വളരെ ക്രിയേറ്റീവോടുകൂടി. ഒരു പക്ഷേ അച്ഛൻ കേരളം മറ്റ് നമ്മുടെ ഇന്ത്യ കാണുന്നേക്കാളും തീക്ഷ്ണത ഈ മരുഭൂമിയിൽ അച്ഛൻ കാണും. നിശ്ചയമായിട്ടും വിശ്വാസം നമ്മുടെ ഇന്ത്യയിലുള്ളേക്കാളും വിശ്വാസം കൂടുതൽ ഇവിടെയുള്ള മരുഭൂമിയാണല്ലോ. അതുകൊണ്ട് മരുഭൂമി ആയതുകൊണ്ടും നമ്മുടെ ഒരു വിദേശമായതുകൊണ്ടും ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും എല്ലാം എപ്പോഴും അവിടെ രാവിലെ ജോലിക്ക് പോകുമ്പോഴും വൈകുന്നേരം തിരിച്ചു പോകുമ്പോഴും പള്ളി കയറി പ്രാർത്ഥിച്ചിട്ടേ പോകാറുള്ളൂ. അങ്ങനെ സ്ഥിരമായിട്ട് രാവിലെ 5:30 മണിക്ക് പള്ളി തുറക്കും, 5:30 മണിക്ക് ഇവിടെ രാത്രി നമസ്കാരം ആരംഭിക്കും. വൈകുന്നേരം രാത്രി 10:30ക്കാണ് പള്ളി ഡോർ അടയ്ക്കുന്നത്. അതുവരെ വിശ്വാസികൾ ഇങ്ങനെ വന്നു പോയിക്കൊണ്ടേയിരിക്കും. അവർ വന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ കൂടെ എത്യോപ്യൻസ്, എരിത്രിയൻസ്, നാനാ മതവിഭാഗത്തിൽപ്പെട്ടവരെല്ലാം വന്ന് പ്രാർത്ഥിച്ചു പോകുന്നു. വലിയൊരു അനുഗ്രഹമുള്ളൊരു ദേവാലയമാണ് അബുദാബി സെൻറ്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രൽ എന്നുള്ളതിൽ വളരെയേറെ സന്തോഷമുണ്ട്. അനേകം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ദൈവം ഇടപെടുന്ന. അതെ അച്ഛൻ, ഞങ്ങൾക്ക് വളരെ സന്തോഷം. ഈ സമയം ഇത്രയും സമയം അച്ഛൻ്റെ ജീവിതത്തെയും ഇവിടുത്തെ സേവനങ്ങളെയും അതുപോലെ തന്നെ അച്ഛൻ ചിലപ്പോൾ എടുത്തു പറയാൻ ഇവിടുത്തെ യൂത്ത് മൂവ്മെൻറ്റ്, മറ്റ് യുവജന പ്രാർത്ഥനാ സംവിധാനങ്ങളൊക്കെ ചിലപ്പോൾ കാണുമല്ലോ. യുവജന പ്രസ്ഥാന അംഗങ്ങളുടെ അവരുടെ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. വളരെ ആക്റ്റീവാണ് അവരുടെ കാര്യങ്ങൾക്കെല്ലാം. എല്ലാ കാര്യങ്ങളും വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുകയും വളരെ ക്രിയേറ്റിവിറ്റി ഉള്ളതായ യുവജനങ്ങളാണ്. ഏത് കാര്യങ്ങൾക്കും പള്ളിയോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ സജീവരായിട്ട് പ്രവർത്തിക്കുന്നതാണ് യുവജന പ്രസ്ഥാനം. അവരെല്ലാം നന്നായി ഈശോയിൽ വളർത്താൻ അച്ഛനെ ഇന്ന് സാധിക്കട്ടെ. അച്ഛൻ്റെ തുടർന്ന് പള്ളിയും ഒരുപാട് ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ വർഷം ഏകദേശം 20 വീടുകൾ ഭവനരഹിതർക്ക് വെച്ചു കൊടുത്തു. കഴിഞ്ഞതിൻ്റെ തലേ വർഷം വെച്ചു കൊടുത്തു. അങ്ങനെ ഒരു 32 വീടുകൾ വെച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ തുടർന്നും എല്ലാ വർഷവും ജനങ്ങളിൽ നിന്നെല്ലാം സംഭാവന വാങ്ങിച്ചാണ്
അങ്ങനെ വീടുകൾ വെച്ചു കൊടുത്ത് അവർക്ക് നിർധനരായവർക്ക് കൈത്താങ്ങൽ നൽകിക്കൊണ്ടിരിക്കുന്ന ദേവാലയം. യേശുവിൻ്റെ വചനത്തെ പൂർത്തീകരിക്കാൻ എനിക്ക് ഭവനമില്ലായിരുന്നു. അതെ, നിങ്ങൾ എനിക്ക് ഭവനം, എനിക്ക് എന്നെ വേദനയിൽ സഹായിക്കുന്നത്, പാവപ്പെട്ടവരെ സഹായിക്കുന്നതാണ് എന്നെ സഹായിക്കുന്നത് ക്രിസ്തുവിൻ്റെ വാക്കിനെ അല്ലേ. വളരെ നന്നായിരിക്കുന്ന വെച്ചാൽ മാത്രമല്ല രോഗികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ഇതിനെല്ലാം സഹായങ്ങൾ കഴിയുന്ന രീതിയിലെല്ലാം അപേക്ഷ അനുസരിച്ച് നൽകുന്നു, നമ്മൾ ചെയ്യുന്നുണ്ട്. ദൈവം സമൃദ്ധമായി ഈ ദേവാലയത്തെയും അച്ഛനെയും എല്ലാം അനുഗ്രഹിക്കട്ടെ. ഇത്രയും നേരം ഷാലോം പ്രേക്ഷകർക്ക് വേണ്ടി അച്ഛൻ ചെലവഴിച്ചതിനും എല്ലാ കാര്യങ്ങളും പങ്കുവച്ചതിനും ഒത്തിരിയേറെ നന്ദി, നമസ്കാരം. പ്രത്യേകിച്ച് ഈ ഷാലോം ടെലിവിഷൻ്റെ അംഗങ്ങൾ നിങ്ങളിവിടെ വന്ന് ഈ കാര്യങ്ങളെല്ലാം ഈ പള്ളിയുള്ള ബന്ധസ്നേഹം കാണിച്ചതിനുള്ളതായ നന്ദിയും ഈ ഇടവകയുടെ പേരിൽ ഞാൻ വ്യക്തിപരമായിട്ടും അറിയിച്ചുകൊള്ളുന്നു. ദൈവം തമ്പുരാൻ നിങ്ങളുടെ ഈ ഷാലോം പ്രസ്ഥാനത്തെ TV അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അടുത്തതായി നമുക്ക് ബേസിൽ അച്ഛനിലേക്ക് വരാം. അച്ഛനെ സ്വയമേ ഒന്ന് പരിചയപ്പെടുത്തും. ഞാൻ കേരളത്തിന് പുറത്ത് അഹമ്മദാബാദിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. സെമിനാരി പഠനത്തിന് ശേഷം ഇപ്പോൾ ബാംഗ്ലൂരിൽ ധർമാരാം വിദ്യാക്ഷേത്രത്തിൽ MTH പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സമയം ഞാൻ അബുദാബിയിൽ വന്നിരിക്കുന്നത് ഈ ദേവാലയത്തിലെ ഓർത്തഡോക്സ് വെക്കേഷൻ ബൈബിൾ സ്കൂളിന് നേതൃത്വം കൊടുക്കുവാനായിട്ടാണ്. 2 ആഴ്ചത്തെ പ്രോഗ്രാമിന് ശേഷം വീണ്ടും തിരികെ ബാംഗ്ലൂരിലേക്ക് മടങ്ങിപ്പോകുന്നതാണ്. അച്ഛൻ്റെ മാതാപിതാക്കന്മാരെ സഹോദരങ്ങൾ ഒക്കെ? എൻ്റെ മാതാപിതാക്കൾ അവർ ഗുജറാത്തിൽ തന്നെ സെറ്റിലായിരുന്നു. പിതാവ് മരിച്ചുപോയി. മാതാവും സഹോദരങ്ങളും അവർ ഗുജറാത്തിലാണ്. അപ്പോൾ അച്ഛന് ഒരു ദൈവവിളി അല്ലെങ്കിൽ എത്ര സഹോദരങ്ങളുണ്ട്? ഒരു സഹോദരനും സഹോദരിയും ഉണ്ട്. അവർ കുടുംബജീവിതം നയിക്കുന്നവരാണ്, ഗുജറാത്തിലാണ്. അച്ഛന് ദൈവവിളിയോടൊരു ആഗ്രഹം തോന്നാനുള്ള എന്തെങ്കിലും ഒരു കാരണം, അല്ലെങ്കിൽ എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യണമെന്നുള്ള ഈ ഗുജറാത്ത് മറ്റ് സംസ്ഥാനത്തായിരുന്നുകൊണ്ട് തന്നെ കുർബാനയ്ക്കോ അല്ല അതിൻ്റെ സാധ്യതകളൊക്കെ അവിടെ ഉണ്ടായിരുന്നോ? എങ്ങനെയാണ് ആ ബാല്യത്തിൽ ഈശോയെ ശുശ്രൂഷയിലേക്ക് വരാൻ കാരണം? മലങ്കര ഓർത്തഡോക്സ് സഭയിലെ ഈ അഹമ്മദാബാദ് ഭദ്രാസനത്തിൽ നല്ല പള്ളികൾ, ജനങ്ങൾ കുറേയേറെ താമസിക്കുന്ന ഒരു സ്ഥലം അല്ലെങ്കിൽ ഒരു സംസ്ഥാനമെന്ന് തന്നെ പറയുവാനായിട്ട് നമുക്ക് സാധിക്കും. എൻ്റെ ചെറുപ്പം മുതലേ മാതാപിതാക്കളുടെ ജീവിതം, അവർക്ക് ദേവാലയത്തോടുള്ളതായ അടുപ്പം, ക്രിസ്തുവിലുള്ള വിശ്വാസം, അവരുടെ നോമ്പ്, ഉപവാസം, പ്രാർത്ഥനയൊക്കെയും എന്നെയും സ്വാധീനിച്ചിട്ടുണ്ട്. അതിനാലാണ് എൻ്റെ ഒരു പ്രായം, ഒരു തീരുമാനമെടുക്കേണ്ടുന്നതായ പ്രായം വന്നപ്പോൾ തീർച്ചയായിട്ടും സെമിനാരിയിൽ പോകണമെന്നും വൈദികനാണെന്നൊക്കെയും ഞാൻ ആഗ്രഹിച്ച് താല്പര്യപ്പെട്ടത്. ദൈവകൃപയാൽ എത്രത്തോളം എത്തി. അതെ, അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാതാപിതാക്കന്മാരുടെ വിശ്വാസം മക്കളെ വല്ലാതെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ തന്നെ അച്ഛൻ എനിക്കൊരു ചെറിയ ഡൗട്ട്, ഈ മറ്റ് ഗുജറാത്തിൽ പ്രത്യേകിച്ചും പള്ളികൾക്ക് സ്വാതന്ത്ര്യമില്ല, പ്രാർത്ഥിക്കാൻ സൗകര്യമില്ലെന്നൊക്കെ പറയുന്ന പല മനുഷ്യരെയും നമ്മൾ കേട്ടിട്ടുണ്ട്. അവിടുത്തെ പ്രാർത്ഥനയ്ക്കുള്ള ഒരു സാഹചര്യങ്ങളെ അച്ഛൻ എങ്ങനെ കാണുന്നു? പ്രാർത്ഥിക്കുവാനായിട്ട് എനിക്ക് തോന്നുന്നില്ല ഭാരതത്തിൽ എങ്ങും സ്വാതന്ത്ര്യക്കുറവുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മനുഷ്യന് മനസ്സുള്ളപ്പോൾ എവിടെയും പ്രാർത്ഥിക്കുവാനായിട്ട് സാധിക്കും. അത് ദൈവത്തോട് ഉള്ളൊരു ബന്ധമായതിനാൽ പ്രത്യേകിച്ചും ഗുജറാത്തിൽ അതിനൊരു തടസ്സം ഇതുവരെയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അങ്ങനെ സഭയ്ക്കും അവിടെ അനുഭവപ്പെട്ടിട്ടില്ല. നമുക്കവിടെ എത്ര സഭയുടെ എന്തുമാത്രം കാര്യങ്ങൾ അവിടെ ഉണ്ട്? സ്കൂളുകളോ ആശുപത്രി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? മിഷണറി പ്രവർത്തനങ്ങളിൽ മറ്റെന്തെല്ലാം ഉണ്ട്? മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ഏകദേശം 40 അടുത്ത് ദേവാലയങ്ങൾ ഗുജറാത്തിൽ തന്നെ ഉണ്ട്. മിക്കവാറും എല്ലാ ദേവാലയങ്ങൾക്കും സ്കൂളുകളുണ്ട്. ചില ദേവാലയങ്ങൾക്ക് ഒന്നിലധികമായിട്ട് സ്കൂളുകളുണ്ട്. പിന്നെ മിഷൻ പ്രവർത്തനത്തിലും മലങ്കര സഭയിലെ ഈ ഭദ്രാസനം, അഹമ്മദാബാദ് ഭദ്രാസനം ഏകദേശം മുമ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോൾ പുതുതായിട്ട് രൂപീകരിച്ച ഭദ്രാസനമായതിനാൽ അതിൻ്റെ മിഷൻ പ്രവർത്തനങ്ങളൊക്കെയും വളർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. ക്രൈസ്തലോട് അത് കേൾക്കാൻ തന്നെ സന്തോഷമുണ്ട്. ഇത് കേൾക്കുന്ന ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള ഷാലോം പ്രേക്ഷകർക്ക് ഒരു പുതിയ അറിവായിരിക്കും. ഒരു പക്ഷേ അവിടെ നമ്മുടെ സഭ ഇത്രയേറെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെന്നുള്ളൂ. നമുക്കറിയാം, ഒരു കാലഘട്ടം മുഴുവൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി അല്ലെ ആരോഗ്യ മനുഷ്യനെ രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടി യേശു പറഞ്ഞ വചനം തന്നെയല്ലോ നമ്മൾ കൊടുക്കുക. ശുശ്രൂഷിക്കാനുള്ളൊരു മനോഭാവം സഭ അവിടെ കാണിക്കുന്നതിനും അതിന് വൈദികരും അതിനുള്ള അൽമായരും സഭയ്ക്കുള്ള സ്വാധീനം എല്ലാം അവിടെ ഉപയോഗിക്കുന്നതിനും എല്ലാം ദൈവത്തിനോട് നമുക്ക് ഈ നിമിഷങ്ങളിൽ നന്ദി പറയാം. അതുപോലെ തന്നെ അച്ഛൻ പാട്ട് എഴുതുന്നയാളും ട്യൂൺ ചെയ്യുന്നയാളും പാട്ട് പാടുന്നയാളുമാണെന്ന് പറഞ്ഞിരുന്നു. അച്ഛൻ്റെ ആ മേഖലയെ പറ്റി കൂടെ ഒരു വാക്കിലൊന്ന് പറയാമോ? അത് നേടിയെടുത്ത കഴിവെന്നോ സിദ്ധിയെന്നോ ഞാൻ പറയുന്നില്ല. എന്നാൽ നമുക്ക് പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിൽ നമുക്ക് തോന്നുന്നതായ നമ്മുടെ ഒരു അനുഭവം,
അത് വാക്കുകളിലേക്ക് വരുമ്പോൾ അതിന് മനസ്സിൽ നിന്നുണ്ടാകുന്നതായ ഒരു ഇമ്പമാണ് യഥാർത്ഥത്തിൽ അതിന് നമ്മൾ നൽകുന്നത്. അതുകൊണ്ട് സന്തോഷത്തിൻ്റേതായ അല്ലെങ്കിൽ സങ്കടത്തിൽ നമ്മൾ എഴുതുന്നതായ വരികൾക്ക് അതിൻ്റേതായ ഒരു സൗന്ദര്യം ഈ വരികൾക്കിടയിലുണ്ട്. ദൈവകൃപയായിട്ട് അതിനെ കാണുന്നു. അതെ. അപ്പോൾ അച്ഛൻ അത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഒരു 2 ലൈൻ ഏതെങ്കിലും ഒരു പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി, ഷാലോം പ്രേക്ഷകർക്ക് വേണ്ടി അച്ഛൻ്റെ കഴിവ് ഈശോയുടെ നാമത്തിൽ 2 ലൈൻ. ഹേ പരമേശ്വർ, ഹേ പരമേശ്വർ, हे परमेश्वर मुझे सुन ले, हे परमेश्वर, हे परमेश्वर, हे परमेश्वर मुझे सुन ले. ज्योति जला तू, जीवन दिला तू, सेवक तेरे चरण में है. हे परमेश्वर, हे परमेश्वर, हे परमेश्वर मुझे सुन ले. വളരെ നന്നായിരിക്കുന്നു വെച്ചാൽ അപ്പോൾ അച്ഛൻ്റെ കഴിവുകളും പാട്ടിനോടുള്ള കഴിവും അവിടുത്തെ മിഷൻ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ഇവിടെ വന്ന് ഈ ദേവാലയത്തോട് ചേർന്ന് ചെയ്ത കാര്യങ്ങളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും, സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വലിയ പ്രാർത്ഥനയും സപ്പോർട്ടും സഭയുടെ എല്ലാം ഞങ്ങളിൽ നിന്നെല്ലാം ഉണ്ടാകുമെന്ന് ഞങ്ങളിപ്പോൾ പറയുകയാണ് അച്ഛനോട്. ദൈവം അനുഗ്രഹിക്കട്ടെ. നന്ദി. ഇനി നമ്മൾ ഡീക്കൻ നിതിൻ മാത്യുവിലേക്ക് വരികയാണ്. സ്വാഗതം. ഒന്ന് പരിചയപ്പെടുത്തൂ. ഞാൻ നിതിൻ മാത്യു ഡീക്കൻ. ഞാൻ ജനിച്ചു വളർന്നതൊക്കെ മാംഗ്ലൂരാണ്. പിന്നെ എൻ്റെ ഫാദർ പ്രീസ്റ്റ് ആയതുകൊണ്ട്, അച്ഛനായതുകൊണ്ട് അച്ഛൻ ട്രാൻസ്ഫർ ചെയ്യുന്ന സ്ഥലത്തൊക്കെ ഞാനും പോവുകയായിരുന്നു. എൻ്റെ സെമിനാരി പഠിത്തം കഴിഞ്ഞു. ഇപ്പം ഞാൻ MTH ചേർന്നിരിക്കുകയാണ്. മിഷിയോളജിയാണ് എൻ്റെ സബ്ജക്റ്റ്. അതെ. ഈ കാലഘട്ടത്തിൽ വളരെ പണ്ടത്തേതിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമാണ്. യുവജനങ്ങൾ യേശുവിനെ അനുഭവിക്കുക, അറിയുക, യേശുവിലേക്ക് അടുക്കുക എന്നൊക്കെ. ഈശോയെ സേവിക്കണം, ഈശോയ്ക്ക് വേണ്ടി ജോലി ചെയ്യണം എന്നുള്ള ഒരു തീരുമാനം എങ്ങനെയാണ്? അപ്പൻ ഒരു പ്രീസ്റ്റായം കൊണ്ടാണോ, അതെയോ ജീവിതത്തിലെ ഒരു ഉറച്ച തീരുമാനം എങ്ങനെ വന്നു? അങ്ങനെ ചോദിച്ചാൽ ചെറുപ്പം മുതലേ ഞാൻ എൻ്റെ ഫാദറിനെ കണ്ടാണ് വളർന്നത്. അപ്പം അതായിരിക്കും ഏറ്റവും വലിയ ഇമ്പാക്റ്റ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ഫീൽഡ് എടുക്കാനത്തെ ഒരു തീരുമാനം എനിക്കുണ്ടായത്. പിന്നെ ഇതിലും വലിയൊരു ശുശ്രൂഷ വേറെ ഇല്ല എന്നുള്ളൊരു ബോധ്യം എനിക്കുള്ളത് കൊണ്ടായിരിക്കാം, പിന്നെ എൻ്റെ അമ്മയുടെ ഉപദേശങ്ങളും ഒക്കെ ചേർന്നായിരിക്കാം എൻ്റെ ഒരു തീരുമാനം അല്ലേ? ഒരു കണക്കിന് ഞാനിപ്പോൾ പെട്ടെന്ന് ചിന്തിക്കുകയാണ്, അപ്പനെ കണ്ട് ഞാൻ തീരുമാനമെടുത്തെന്ന് പറയാൻ ജീവിതത്തിൽ മക്കൾക്ക് സാധിച്ചാൽ അത് കഴിഞ്ഞൊരു വലിയ സാക്ഷ്യമില്ല. അപ്പോൾ സത്യത്തിൽ ബഹുമാനിക്കേണ്ടത് ഇപ്പോൾ ആദരിക്കേണ്ടത് അപ്പനെയും അമ്മയുമാണ്. ഇതിലൊരു മകനാണല്ലേ? ഒരു മകനായിട്ടും സന്തോഷത്തോടെയാണ് അപ്പനും അമ്മയും ഇതിലേക്ക് ദൈവ ശുശ്രൂഷയ്ക്ക് വിട്ടത് അല്ലേ? അതിൽ അഭിമാനം തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. എന്താണ് കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹം? ദൈവത്തിൻ്റെ കാര്യങ്ങളാണോ, എന്താണ് ജോലിയോ, അങ്ങനെ എന്താണ്? ഇല്ല, കൂടുതലായിട്ട് എനിക്ക് തിയോളജി തന്നെ പഠിക്കാൻ ആഗ്രഹം. അതുകൊണ്ടാണ് ഇപ്പോഴും മാസ്റ്റർ ഓഫ് തിയോളജിയാണ് എടുത്തേക്കുന്നത്. പ്രത്യേകിച്ച് മിഷനിലോട്ടാണ് എനിക്ക് കൂടുതൽ താല്പര്യമുള്ളത് കൊണ്ട് ഞാൻ മിഷിയോളജിയാണ് ഓപ്റ്റ് സബ്ജക്ട്. ഓക്കെ, വളരെ നല്ല കാര്യമാണ്. കാരണം അനേകരെ ക്രിസ്തുവിലേക്ക് അടുപ്പിക്കാൻ പറ്റും അല്ലേ? ഇവിടെ എത്ര നാളായി അബുദാബി വന്നിട്ട്? ഇവിടെ ഞാൻ എൻ്റെ പേരൻസിനെ വിസിറ്റ് ചെയ്യാൻ വരുന്നതാണ്. അവധി കിട്ടുമ്പോഴൊക്കെ ഇങ്ങോട്ട് വരാറുണ്ട്. ഇപ്പം ഓൾമോസ്റ്റ് 2 months ആയി ഇവിടെ വന്നിട്ട്. 2 months ആയി. ഇവിടുത്തെ വിശ്വാസമൊക്കെ എങ്ങനെ കാണുന്നു? ഇവിടുത്തെ വിശ്വാസം ഇസ് മച്ച് സ്ട്രോങ്ങർ ദാൻ വാട്ട് വി സീ ഇൻ ഇന്ത്യ. തീർച്ചയായിട്ടും ഇവിടുത്തെ ആളുകളുടെ ഉള്ള പ്രാർത്ഥനയും പള്ളി വരുന്ന കാര്യങ്ങൾ കാണുമ്പോൾ ഇത്രയും ഒരു ജനക്കൂട്ടം ഞാൻ വേറെ കണ്ടിട്ടില്ല. their faith is very strong. യെസ്. അപ്പോൾ അനേകം യുവജനങ്ങളോട് പറയാനുള്ളൊരു മെസ്സേജ് എന്താണ് ജീവിതത്തിലൂടെ? ദൈവത്തെ വിട്ട് വേറൊരു ജീവിതം നമുക്കില്ല എന്നുള്ളതാണ് എനിക്കൊരു വിശ്വാസം. കാരണം വൺസ് ഇഫ് യു ഗോ അവേ ഫ്രം ഗോഡ്, പിന്നെ തിരിച്ചു വരാൻ ബുദ്ധിമുട്ടാണ്. ഒരു നിമിഷം മതി ജീവിതത്തിൽ ആ ട്രാക്ക് തെറ്റിപ്പോകാനായിട്ട്. ആ ഒരു നിമിഷം എപ്പോഴും ആവാം. അതുപോലെ കർത്താവ് കാണിച്ച മാതൃക തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം. കാരണം ക്രൈ ഈച്ച് ആൻഡ് എവറി മൂമെൻറ്റ്. യേശു ദൈവമാണ്, അവൻ്റെ കരണ്ട ആവശ്യമില്ല, പക്ഷേ എല്ലാ നിമിഷവും കരഞ്ഞ് പ്രാർത്ഥിച്ചെന്ന് എബ്രായ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ പാപത്തിൽ വീഴാതിരിക്കുവാൻ, ആ ഒരു നിമിഷം തെറ്റിപ്പോകാതിരിക്കാൻ നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദൈവത്തെ മാത്രം മോഡലാക്കി എടുക്കുക.
അതാണ് യുവജനങ്ങളോട് പറയാനുള്ളത്. കാരണം മോഡൽ ക്രിസ്തു അല്ലെങ്കിൽ ട്രാക്ക് തെറ്റാം അല്ലേ? ആ ട്രാക്ക് തെറ്റാതെ ഈശോയെ സ്നേഹിക്കണമെന്നുള്ളതാണ് ആഗ്രഹമല്ലേ? ട്രാക്ക് തെറ്റിയാൽ തിരിച്ചു വരാൻ സാധിക്കത്തില്ല എന്നുള്ളത് വേറെ സത്യം. അതെയാണ്, വളരെ ബുദ്ധിമുട്ടാണ്. അല്ലെ പിന്നെ ദൈവം ഇടപെടണം നേരിട്ട്, സാവൂളിനെ പോലെ അല്ലേ? അപ്പോൾ അതിന് വരാതെ യുവജനങ്ങളെ ഈശോയിലേക്ക് അടുപ്പിക്കണമെന്നുള്ള വലിയ ആഗ്രഹത്തെ അച്ഛനായി കഴിഞ്ഞും അച്ഛൻ എവിടെയെല്ലാം ശുശ്രൂഷ ചെയ്താലും ഇപ്പോൾ കിട്ടിയ സാഹചര്യങ്ങളെ, ഭാഷ, അപ്പനിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളെല്ലാം ജീവിതത്തിലുടനീളം അനുഗ്രഹമായി മാറട്ടെ. അനേകം യുവജനങ്ങളെയും അനേകം ആത്മാക്കളെ നേടുവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി. നിന്നെ വീണ്ടെടുക്കുവാൻ യേശു ക്രൂശിലേറി, നിന്നെ രക്ഷിക്കുവാൻ നാഥൻ രക്തം ചിന്തി. നിന്നെ വീണ്ടെടുക്കുവാൻ യേശു ക്രൂശിലേറി, നിന്നെ രക്ഷിക്കുവാൻ നാഥൻ രക്തം ചിന്തി. നിന്നെ മോചിപ്പിക്കാൻ, നിന്നെ സുഖപ്പെടുത്തുവാൻ യേശു മനുഷ്യനായി, ദാസനായി, ശൂന്യനായി. നിന്നെ വീണ്ടെടുക്കുവാൻ യേശു ക്രൂശിലേറി, നിന്നെ രക്ഷിക്കുവാൻ നാഥൻ രക്തം ചിന്തി. സ്നേഹനിധിയാം ജീവനാഥൻ മർത്യപാപത്തിൻ ഭാരമെല്ലാം തോളിലേറ്റി ക്രൂശിലേറി. സ്നേഹനിധിയാം ജീവനാഥൻ മർത്യപാപത്തിൻ ഭാരമെല്ലാം തോളിലേറ്റി ക്രൂശിലേറി. ക്ഷമിച്ചോതി ദയയോടെ വചനങ്ങൾ, ലോകത്തിനു മാതൃകയായ അന്ത്യവചനങ്ങൾ. ക്ഷമിച്ചോതി ദയയോടെ വചനങ്ങൾ, ലോകത്തിനു മാതൃകയായ അന്ത്യവചനങ്ങൾ. നിന്നെ വീണ്ടെടുക്കുവാൻ യേശു ക്രൂശിലേറി, നിന്നെ രക്ഷിക്കുവാൻ നാഥൻ രക്തം ചിന്തി.
ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇമെയിലിലൂടെ ഞങ്ങളെ അറിയിക്കുക. purappad.uae@gmail.com. പരിശുദ്ധാത്മവരങ്ങളാലെന്നും ഹൃദയത്തിനകതാരു നിറയ്ക്കും യാത്ര. മേഘത്തണലായി അഗ്നിനാളമായി പാത തെളിക്കും സ്നേഹത്തിൻ പുതുയാത്ര.